ആശ്വാസത്തിന് പോലും ദീർഘായുസ്സില്ലാത്ത ലോകത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിക്കും വിധമാണ് ഇറാൻ യുദ്ധ സാഹചര്യം മാറിമറിയുന്നത്. സമാധാന ശ്രമങ്ങൾക്കുള്ള ചട്ടക്കൂടായി ഒരു ധാരണാപത്രം ഇറാനും അമേരിക്കയും ഒപ്പിട്ടുവെങ്കിലും അതുമായി മുന്നോട്ടു പോകാൻ സാധിക്കാതെ വരികയാണ്. 14 ധാരണാപത്രത്തിലെ പ്രധാന കാര്യങ്ങളിൽ ഒന്നായ ഹോർമൂസിൽ തട്ടി നിൽക്കുകയാണ് വീണ്ടും ഇറാൻ US സമാധാന ചർച്ചകൾ. ഹോർമൂസിലെ 3 കപ്പലുകൾക്ക് നേരെയാണ് ഒറ്റ ദിവസം ആക്രമണമുണ്ടായത്. എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ആക്രമണം തുടങ്ങിയതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാനിലെ 3 സുപ്രധാന കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം. അതോടൊപ്പം ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക കൂടി ചെയ്തതോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടുമോ എന്ന ആശങ്ക ശക്തമായിട്ടുമുണ്ട്. ജൂലൈ 9 ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങ് നടക്കാനിരിക്കുന്നു എന്നതും അമേരിക്കയുടെ സൈനിക നീക്കം ആശങ്കയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇറാൻ കരാർ ലംഘിച്ചുവെന്നും അപകടകരമായ ആക്രമണ സ്വഭാവം കാണിച്ചുവെന്നുമാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. അതോടൊപ്പം ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഖത്തറും സൗദി അറേബ്യയും രംഗത്തെത്തിയിട്ടുമുണ്ട്. ഖത്തറിൻ്റെയും സൗദിയുടെയും എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഹോർമൂസ് വഴി കപ്പൽ ഗതാഗതം നടക്കുന്നുണ്ട് എങ്കിലും ആശങ്ക ഒഴിയുന്നില്ല എന്നതിൻ്റെ സൂചനയായി വേണം ഹോർമൂസിലെ കപ്പൽ ആക്രമണവും ഇറാനിലെ US-ന്റെ വ്യോമാക്രമണത്തെയും വിലയിരുത്താൻ. തങ്ങൾ അംഗീകരിക്കുന്ന റൂട്ടുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷയുണ്ടാകൂ എന്ന ഇറാന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് ആക്രമണ സംഭവം എന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 3 പ്രമുഖ വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നത്. ആക്രമണം നടത്തിയത് ഇറാനാണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയത് എങ്കിലും കപ്പൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. സിരിഗിലും ഖിഷം, ബന്ദർ അബ്ബാസ് എന്നിങ്ങനെ 3 കേന്ദ്രങ്ങളിലായിരുന്നു US വ്യോമാക്രമണം നടന്നത്. സിരിഗിലെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 നഗരങ്ങളും അവയ്ക്കുള്ളിലെ ഒന്നിലധികം സ്ഥലങ്ങളും ഒറ്റ രാത്രി കൊണ്ട് US സൈന്യം ആക്രമിച്ചിട്ടുണ്ട്. പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്ന ഖിഷൻ ദ്വീപിൽ കുറഞ്ഞത് 7 സ്ഥലങ്ങളെങ്കിലും ആക്രമിക്കപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിന് അഭിമുഖമായാണ് ആക്രമണം നടന്ന സിരിക് നഗരം സ്ഥിതി ചെയ്യുന്നത്. ബന്ദർ അബ്ബാസിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ ഉൾപ്പെടെ 10 സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഏപ്രിലിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ US ആക്രമണങ്ങളായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി IRGC അവകാശപ്പെടുന്നുണ്ട്. ബഹ്റൈനിലെ സൽമാൻ തുറമുഖത്തുള്ള US 5th ഫ്ലീറ്റ് ആസ്ഥാനവും കുവൈത്തിലെ അലി അൽ സലേം വ്യോമതാവളവും ഉൾപ്പെടെ മേഖലയിലെ 85 പ്രധാന US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് IRGC അവകാശപ്പെടുന്നത്. തെക്കൻ ഇറാന് മുകളിലൂടെ പറന്ന US-ന്റെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന 7 ദിവസവും ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിരുന്നതാണ്. ഈ ഉറപ്പ് ലംഘിച്ച് ആക്രമണം നടത്തേണ്ടി വന്നത് നിർബന്ധിതരായതുകൊണ്ടാണ് എന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. അതിനിടെ US ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇറാഖ് സന്ദർശനം വെട്ടിച്ചുരുക്കി ടെഹ്റാനിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി ഇറാഖിലെ നജഫിലെത്തിച്ച ഖമനയുടെ മൃതദേഹത്തെ അനുഗമിക്കാനും ഇറാഖ് സർക്കാർ പ്രതിനിധികളുമായി സുപ്രധാന ചർച്ചകൾ നടത്താനുമായി ഇറാഖിലെത്തിയിരുന്ന പെസഷ്കിയാൻ പുതിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ധാരണാപത്രത്തിന്റെ വലിയ ലംഘനമെന്നാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചത്. ഭീഷണിപ്പെടുത്തലിന്റെയും പിടിച്ചുപറിയുടെയും യുഗം അവസാനിച്ചുവെന്നും ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചുവരുത്തി ഖത്തർ തങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം നേരിട്ടറിയിക്കുകയും ചെയ്തു. ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്ക് അമേരിക്ക നൽകിയിരുന്ന അനുമതി ഔദ്യോഗികമായി പിൻവലിച്ചിരിക്കുകയാണ് അമേരിക്ക. US ഇറാൻ വെടിനിർത്തൽ കരാറിലെ ആർട്ടിക്കിൾ 5ന്റെ നഗ്നമായ ലംഘനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പെന്റഗൺ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. കരാറിലെ ആർട്ടിക്കിൾ 4 പ്രകാരം ഇറാന്റെ പരസ്പര നാവിക ഉപരോധം പരിമിതപ്പെടുത്താനും ഇറാനിയൻ എണ്ണ വിൽക്കാൻ അനുമതി നൽകുന്നതുമാണ്. ആ വാക്ക് അമേരിക്ക പാലിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെ സുഗമമായ കപ്പൽ ഗതാഗതം ഫീസ് ഇല്ലാതെ അനുവദിക്കുമെന്ന ഇറാന്റെ വാഗ്ദാനം അവർ ലംഘിച്ചുവെന്നാണ് പെന്റഗൺ പറഞ്ഞത്. ഇതോടെ ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്നതിന് മുൻപ് ഇറാനുമേലുള്ള എണ്ണ ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചുള്ള ഇളവ് അമേരിക്കൻ ട്രഷറി റദ്ദാക്കി.
ഉപരോധം പുനഃസ്ഥാപിച്ചതിനെതിരെ ഇറാന് മുന്നറിയിപ്പുമായി രംഗത്തെത്തി. തങ്ങൾക്കെതിരെ അമേരിക്ക ഭീഷണി തുടർന്നാൽ അന്തിമ കരാർ ചർച്ചകൾ നടക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 14-ന് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ നടന്ന കപ്പൽ ആക്രമണവും യുഎസിന്റെ പ്രത്യാക്രമണവും അന്താരാഷ്ട്ര ഇന്ധന വിപണിയെയും കപ്പൽ ഗതാഗതത്തെയും വീണ്ടും ആശങ്കയിലായിട്ടിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ പ്രവേശന കവാടത്തിലൂടെ നീങ്ങുകയായിരുന്ന 2 കപ്പലുകളാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. തൊട്ടുപിന്നാലെ മൂന്നാമതൊരു ടാങ്കറിന് നേരെ കൂടി ആക്രമണമുണ്ടായി. ഒമാൻ തീരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട ആദ്യത്തെ ടാങ്കറുകളിൽ ഒന്നിന് തീപിടിച്ചിരുന്നു. കടലിടുക്കിൽ നിന്ന് തെക്കോട്ട് ഒമാൻ ഉൾക്കടലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കപ്പലിന്റെ പോർട്ട് സൈഡിൽ റോക്കറ്റ് പതിച്ചത്. രണ്ടാമത്തെ ടാങ്കറിനും ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. ഡ്രോണാണ് മൂന്നാമത്തെ ടാങ്കറിൽ ഇടിച്ചത് എന്നാണ് UK മാരിടൈം ഓർഗനൈസേഷൻ പറയുന്നത്. ആക്രമണത്തിൽ കപ്പലിന് ചെറിയ തോതിൽ ഘടനാപരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഖത്തറിന്റെ LNG ടാങ്കറായ അൽ റഖയ്യത്താണ് ആക്രമിക്കപ്പെട്ടതിൽ ഒന്ന്. ഇറാൻ അംഗീകരിക്കുന്ന റൂട്ടുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷയുണ്ടാകൂ എന്ന ഇറാന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവം എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കടലിടുക്കിലൂടെ നീങ്ങുന്ന എല്ലാ എണ്ണ ടാങ്കറുകളും തങ്ങൾ അംഗീകരിച്ച റൂട്ടുകൾ ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകിയതാണ്. ഹോർമൂസ് കടലിടുക്കിൽ US സൈന്യം ഇടപെട്ടാൽ അതിവേഗത്തിൽ പ്രതികരണമുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ നടന്ന ആക്രമണം ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്തൊക്കെയാകുമെന്ന ആശങ്ക ജനിപ്പിച്ചിട്ടുമുണ്ട്.